മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, സിറോ സഭയുടെ ആരാധനാക്രമത്തിലെ രണ്ടാമത്തെ കാലം, പിറവിക്കാലം, ഈശോയുടെ ജനനത്തിരുനാളായ ഡിസംബർ 25 ആരംഭിക്കുകയാണ്. പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ മംഗളവാർത്തക്കാലവും പിറവിക്കാലവും തുടർച്ചയായ കാലഘട്ടങ്ങളായിട്ടാണ് സൂചിപ്പിക്കുക. യെൽദ എന്നാണ് പിറവിക്കാലത്തെ സുറിയാനി ഭാഷയിൽ പറയുക. സ്രോതസ്സുകളിലൊക്കെ സുവാറ, യെൽദ എന്ന സുറിയാനി പദങ്ങൾ കൊണ്ടാണ് മംഗളവാർത്ത പിറവിക്കാലത്തെ സൂചിപ്പിക്കുക. ഡിസംബർ 25 മുതൽ ജനുവരി 6 ദനഹാ തിരുനാൾ വരെയുള്ള 13 ദിവസങ്ങളാണ് പിറവിക്കാലമായിട്ട് നമ്മൾ ആചരിക്കുക. ഈശോയുടെ പിറവിയാണ് പ്രധാനമായും ഈ കാലഘട്ടത്തിലെ ചിന്താവിഷയം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നിത്യകന്യകാത്വവും പിറവിക്കാലത്തെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അനുമോദന തിരുനാളുമാണ് ഈ ദിവസങ്ങളിലെ പ്രധാന ആഘോഷങ്ങളും ചിന്തകളുമായിട്ട് നമ്മൾ കാണുക. ദൈവം മനുഷ്യന് നൽകിയ രക്ഷകനെ നിത്യകന്യകയായ മറിയം ശരീരിയായി ലോകത്തിന് നൽകിയതിൻ്റെ ഓർമ്മയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകമാംവിധം ആചരിക്കുക. ദൈവം തൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കുന്നത് മറിയത്തിൻ്റെ സഹകരണത്തോടുകൂടെയാണ്. മറിയം ഈ കാലഘട്ടത്തിലെ ചിന്താവിഷയം തന്നെയാണ് മംഗളവാർത്തക്കാലത്തിലേതുപോലെ തന്നെ. ഈ കാലഘട്ടം മനുഷ്യകുലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ ചിന്തകൾക്ക് കാരണമാകുന്നു. അവൻ പാപം മൂലം നഷ്ടപ്പെട്ടു പോയ പറുദീസായിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ മുന്നോടിയായി രക്ഷകനെ തൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന കാലഘട്ടമാണ് ഈ പിറവിക്കാലം. ഈ 13 ദിവസവും പ്രത്യേകമാം വിധം ഈശോയുടെ ജനനത്തെ നമ്മൾ ആഘോഷിക്കുന്നു, ആചരിക്കുന്നു, ഓർമ്മിക്കുന്നു. ബെത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ ആരാരുമില്ലാത്തവനായി, ദരിദ്രനായി, തഴയപ്പെട്ടവനായി ജനിച്ച ആ മനുഷ്യരക്ഷകൻ, ദൈവപുത്രൻ, ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന, ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ താളക്രമങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവമാണെന്ന തിരിച്ചറിവിലേക്കാണ് ഈ കാലഘട്ടം നമ്മെ ക്ഷണിക്കുക, ഓർമ്മപ്പെടുത്തുക. ഈ മംഗളവാർത്തയുടെ കാലഘട്ടത്തിലൂടെ നാം ഒരുങ്ങി ക്രിസ്തുവിൻ്റെ ജനനത്തെ നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഈശോ പിറക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് സഭാമാതാവ്. ഓരോ മനുഷ്യൻ്റെയും, ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതം ക്രിസ്തുവിൻ്റെ ജീവിതമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ദൈവം മനുഷ്യനെ അന്വേഷിച്ചിറങ്ങിയതിൻ്റെ ഓർമ്മയാണല്ലോ ക്രിസ്തുമസ്, പിറവിത്തിരുന്നാൾ. ദൈവം മനുഷ്യനെ അന്വേഷിച്ച് മനുഷ്യ ചരിത്രത്തിലേക്ക് ഇറങ്ങി മനുഷ്യനായെങ്കിൽ മനുഷ്യൻ്റെ വലിയ ഉത്തരവാദിത്വവും കടമയുമാണ് തങ്ങളുടെ മാനുഷികാവസ്ഥ നിലനിർത്തിക്കൊണ്ട് തന്നെ ദൈവിക മനോഭാവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവം നമുക്കായി വിഭാവന ചെയ്തിരിക്കുന്ന ആ രക്ഷാപദ്ധതിയുടെ ഭാഗമാകുക എന്നത്. പറുദീസായിൽ നഷ്ടപ്പെട്ട ആ ദൈവപ്രസാദത്തിലേക്ക് തിരികെ ചെന്നുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് സ്വീകാര്യമാക്കേണ്ടുന്ന കാലഘട്ടമായിട്ട് ഈ പിറവിക്കാലത്തിൻ്റെ ഓർമ്മയെ നമുക്ക് മനസ്സിലാക്കാം. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമായി ഈശോയുടെ മനുഷ്യാവതാരത്തെ ധ്യാനിക്കുവാനും ആ ഈശോയെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ പറുദീസായിലേക്ക് അടുപ്പിക്കുവാനുമാണ് നാം ഈ കാലഘട്ടത്തിൽ പരിശ്രമിക്കേണ്ടത്. ഈ കാലഘട്ടത്തിലെ പ്രാർത്ഥനകളും കാറോസുസാകളും എല്ലാം തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ വലിയ യാഥാർത്ഥ്യമാണ്. ക്രിസ്തുവിൻ്റെ ആ
ജനനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും സംഭവിക്കുമ്പോഴാണ് നമ്മളും ആ രക്ഷാപദ്ധതിയുടെ ഭാഗമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് വളരുക എന്ന് നമ്മൾ തിരിച്ചറിയുക. ഈ പിറവി തിരുനാൾ അതിന് നമ്മെ സഹായിക്കട്ടെ. വെറും 13 ദിവസങ്ങൾ മാത്രമുള്ള ഈ പിറവിക്കാലം മനുഷ്യൻ്റെ ചരിത്രത്തിലെ ദൈവത്തിൻ്റെ ഇടപെടലായി കണ്ടുകൊണ്ട് നമ്മുടെയും വ്യക്തിജീവിതങ്ങളിൽ ദൈവം ഇടപെടുന്നു എന്ന സത്യം മനസ്സിലാക്കി ജീവിക്കുവാൻ ഈ കാലഘട്ടം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ ആശംസകൾ. ദൈവം അനുഗ്രഹിക്കട്ടെ.